Good morning, students. Welcome back to our social studies class. അല്ലേ, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിന് എല്ലാവരും റെഡിയാണോ? അങ്ങനെ നമ്മുടെ തേർഡ് മിഡ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു എക്സാമും കൂടെ ഫേസ് ചെയ്യണം. ഏത് എക്സാം ആണെന്നറിയാമോ? ആനുവൽ എക്സാം. അല്ലേ, ആനുവൽ എക്സാമിന് നമുക്ക് സോഷ്യൽ സ്റ്റഡീസിൽ ഇനി 2 ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാനുണ്ട്. അല്ലേ, 5th and 6th ചാപ്റ്റർ. ഓക്കെ, മാം ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ മക്കളെ പഠിപ്പിക്കാൻ പോകുന്നത് 5th ചാപ്റ്റർ. ഏതാണ് നമ്മുടെ 5th ചാപ്റ്റർ എന്ന് അറിയാമോ? Our rights and duties. Are you ready? All countries have a constitution. All countries have a constitution. എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമുക്ക് നോക്കാം എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ. A constitution is a set of rules according to which a government runs a country. എന്താന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ? A constitution is a set of rules according to which government runs a country. Okay. നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു? സെറ്റ് ഓഫ് റൂൾസ് ആണെന്ന് പറഞ്ഞു. ഇല്ലേ, ഒരു ഗവൺമെന്റ് ഒരു രാജ്യം എങ്ങനെ റൺ ചെയ്യിക്കണം അല്ലെങ്കിൽ എങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ റൂൾസ് ആണ് ഏതെന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, സെറ്റ് ഓഫ് റൂൾസ് ആണ്. എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു രാജ്യത്തിലെ ഭരണ കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്ന റൂൾസ് അല്ലെങ്കിൽ നോംസ് അടങ്ങിയതാണ് ഏതെന്ന് പറഞ്ഞ അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ഓൾ ഇന്ത്യൻസ് ആർ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഓൾ വേസ്. അല്ലെ, എന്താ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ബിലീഫ് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്? എന്താണ്? ഓൾ ഇന്ത്യൻസ് ആർ ഈക്വൽ. എല്ലാവരും എന്താണ്? എല്ലാ ഇന്ത്യക്കാരും തുല്യരാണ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല, സമന്മാരാണ്. അല്ലെ, ഓൾ ഇന്ത്യൻസ് ആർ ഈക്വൽ ഇൻ ഓൾ വേസ്. അല്ലെ, എല്ലാ രീതിയിലും ഈക്വൽ ആണെന്ന് പറയുന്നത് ഇറ്റ് ടെൽ us what our rights are. Then it also tell us how to be good citizens. അല്ലെ, എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ് അല്ലെ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നമുക്ക് എങ്ങനെ ഒരു നല്ല പൗരനാകാം അല്ലെങ്കിൽ ഒരു നല്ല സിറ്റിസൺ എങ്ങനെയാകാം എന്നീ കാര്യങ്ങൾ നമുക്ക് ആര് പറഞ്ഞു തരുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് രാജ്യമാണ്, സെക്കുലർ ആണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ഓക്കെ, ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. എന്തായിരിക്കാം അങ്ങനെ പറയാൻ കാരണം? നമുക്ക് നോക്കാം. ഓരോ ടേംസിന്റെ മീനിങ് എന്താന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇന്ത്യ ഈസ് എ സോവറിൻ ആന്ന് പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? സെക്കുലർ ആന്ന് പഠിച്ചു, ഡെമോക്രാറ്റിക് ആന്ന് പഠിച്ചു, റിപ്പബ്ലിക് ആന്ന് പഠിച്ചു. അപ്പൊ മാം ഓരോ വേർഡ്സിന്റെ ഓരോ ടേംസിന്റെ മീനിങ് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ, സോവറിൻ. ദിസ് മീൻസ് ദാറ്റ് India is free and independent country. It is not governed by another country. എന്താ പറയുന്നത്? ഇന്ത്യ ഫ്രീ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കൺട്രി ആണ്. അല്ലെ, ഇന്ത്യയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ നോംസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ലീഡേഴ്സ് ആണ്. അല്ലെ, നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ ലീഡേഴ്സ് തന്നെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കൺട്രി നമ്മളെ ഭരിക്കുന്നില്ല അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗവേൺഡ് ബൈ അനദർ കൺട്രി. നെക്സ്റ്റ് വൺ, സോഷ്യലിസ്റ്റ്. എന്താ സോഷ്യലിസ്റ്റ് എന്ന് പറയാൻ കാര്യം? ദിസ് മീൻസ് ദാറ്റ് ഓൾ ഇന്ത്യൻസ് ആർ ഈക്വൽ ആൻഡ് വിൽ ബി ട്രീറ്റഡ് ആസ് ഈക്വൽസ്. അല്ലെ, ഓൾ ഇന്ത്യൻസ് ആർ ഈക്വൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഇന്ത്യക്കാരെല്ലാം തുല്യർ അല്ലെങ്കിൽ സമന്മാരാണ്, ഒരു വ്യത്യാസവുമില്ല. ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. Means that all Indians are equal and will be treated as equals. The government will not treat people differently on the basis of their caste, color, religion or in any other way. ഇല്ലേ, ഒരു ബേസിലും അല്ലെങ്കിൽ ഒരു വേയിലും ഇന്ത്യയിലെ ജനങ്ങളെ ഗവൺമെന്റ് ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. All are equal. Democratic. This means that the people choose representatives who form the government. അല്ലെ, റെപ്രസെന്റേറ്റീവ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെ ചൂസ് ചെയ്യുന്നത് ആരാണ്? പീപ്പിൾ, ജനങ്ങൾ തന്നെയാണ്. അല്ലെ, ആരാണ് അവരെ ഭരിക്കേണ്ടത് അല്ലെങ്കിൽ ഹൂ ഫോം ദ ഗവൺമെന്റ്, ആരാണ് ഗവൺമെന്റ്
ഫോം ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് ഡെമോക്രസി. ഡെമോക്രസി ഈസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഓക്കെ, ഇപ്പൊ നമ്മള് ഡെമോക്രാറ്റിക് എന്നതിന്റെ മീനിങ് പഠിച്ചു. എന്തായിരുന്നു? ദിസ് മീൻസ് ദാറ്റ് പീപ്പിൾ ചൂസ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെ. ദ പീപ്പിൾ ചൂസ് റെപ്രസെന്റേറ്റീവ്സ് who form the government. This is the government of the people, by the people and for the people. എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാല് അല്ലെ? ജനങ്ങളുടെ ആധിപത്യം. അവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ്? ജനങ്ങൾക്ക് അല്ലെ. ഡെമോക്രസി ഈസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ അല്ലെ. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയുടെ ഭരണമാണ് എന്തെന്ന് പറയുന്നത്? ജനാധിപത്യം. ഓക്കെ, കൺട്രി ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ലീഡേഴ്സ് who are chosen by the people is called a republic. നമ്മൾ പഠിച്ചു ഡെമോക്രാറ്റിക്. ഇനി ഒരു ടൈം കൂടെ ഉണ്ട്, റിപ്പബ്ലിക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ജനാധിപത്യമാണ്, ജനങ്ങളാണ് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് ഭരിക്കുന്നത് കൊണ്ടാണ്, ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ആ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്തെന്ന് പറയാം? റിപ്പബ്ലിക് എന്ന് പറയാം. എന്താണ് പറയുന്നത്? റിപ്പബ്ലിക്. എ കൺട്രി ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ലീഡേഴ്സ് ഹു ആർ ചോസൺ ബൈ the people is called a republic. Our rights. The constitution gives us 6 fundamental rights. Constitution നമുക്ക് 6 fundamental rights ഉറപ്പ് തരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 6 fundamental rights എന്ന്. They are ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഈക്വാളിറ്റി ഇല്ലേ. ഈക്വലാ, എല്ലാവരും ഓൾ ആർ ഈക്വൽ എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പോൾ സോ ദ റൈറ്റ് ടു ഈക്വാളിറ്റി. സെക്കൻഡ് വൺ, ദ റൈറ്റ് ടു ബി ഫ്രീ. ദ റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ. നമുക്ക് ഫ്രീ ആയിട്ട് ഏത് റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള റൈറ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെ അല്ലേ, ഏത് എക്സ്പ്ലോയിറ്റേഷനെതിരെയും നമ്മുടെ ഫ്രീഡം നിലനിർത്താനുള്ള റൈറ്റ്. ദെൻ ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള റൈറ്റ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ലാസ്റ്റ് വൺ, ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് or the right to approach a court of law if a fundamental right is denied അല്ലേ. നമ്മുടെ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ് ആരെങ്കിലും അല്ലേ വയലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഫ്രീഡം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോർട്ടിനെ സമീപിക്കാനുള്ള റൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് or the right to approach a court of law if a fundamental right is denied. Next one, our duties. The Constitution of India also lists some fundamental duties അല്ലേ. നമുക്ക് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ചില ഡ്യൂട്ടീസും ഉണ്ട്. നോക്കാം നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഓൾ സിറ്റിസൺസ് ആർ എക്സ്പെക്റ്റഡ് ടു ക്യാരി ഔട്ട് ദ ഫോളോയിങ് ഡ്യൂട്ടീസ് അല്ലേ. ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഫോളോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ഐഡിയൽസ് റെസ്പെക്റ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, റെസ്പെക്ട് ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആന്തം അല്ലേ. നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും നമ്മൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. തേർഡ് വൺ, ഹെൽപ്പ് ദ ഗവൺമെൻറ് വെൻ ദ കൺട്രി ഈസ് ഇൻ ഡേഞ്ചർ അല്ലേ. രാജ്യത്തിന് ഏതെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക. ട്രീറ്റ് ഓൾ സിറ്റിസൺസ് ആസ് ഈക്വൽ അല്ലേ. എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഈക്വലാണ് ട്രീറ്റ് ചെയ്യുക. ഹെൽപ്പ് ടു കീപ് ദ കൺട്രി യുണൈറ്റഡ് അല്ലേ. രാജ്യത്തിൻ്റെ യൂണിറ്റി നിലനിർത്താൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ടേക്ക് കെയർ ഓഫ് ദ എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ടേക്ക് കെയർ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ. പൊതുമുതൽ അല്ലേ, പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കുക. അവോയ്ഡ് ആക്ട്സ് ഓഫ് വയലൻസ് അല്ലേ. വയലൻസ് ഒഴിവാക്കുക. പ്രിസർവ് അവർ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് അല്ലേ. നമ്മുടെ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് അല്ലേ സംരക്ഷിക്കുക. വർക്ക് ഹാർഡ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി,
നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡ്യൂട്ടീസ് അല്ലേ. നമുക്ക് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രാജ്യത്തിനോട് കുറച്ച് കടമകൾ അല്ലെങ്കിൽ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അതും ഫോളോ ചെയ്യേണ്ടത് ഒരു സിറ്റിസൻ്റെ കടമയാണ്. ഓക്കെ, Directive principles. The Constitution has laid down certain guidelines for the government. They are called directive principles. അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ്റിന് certain guidelines പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഗൈഡ്ലൈൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? They are called directive principles. The Constitution has laid down certain guidelines for the government. They are called directive principles. നമുക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെ കാര്യത്തിലാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ട്സ് ദ ഗവൺമെൻറ് ടു ഫസ്റ്റ് വൺ ഇംപ്രൂവ് ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് ദ പീപ്പിൾ. അല്ലേ, ജനങ്ങളുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ ലിവിങ് കണ്ടീഷൻസ്, ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ട എല്ലാ ഇമ്പ്രൂവ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് സിവിക് അമ്യൂണിറ്റീസ് ടു എവറി വൺ. പ്രൊവൈഡ് ജോബ്സ് ഫോർ എവറി വൺ. മേക്ക് ഷുവർ ദാറ്റ് ദ റിച്ച് ഡു നോട്ട് എക്സ്പ്ലോയിറ്റ് ദ പുവർ. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾ ആർ ഈക്വൽ എന്ന് പറഞ്ഞു. അവിടെ റിച്ച് പുവർ എന്നുള്ള ഒരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് റിച്ചർ പേഴ്സൺസ് പുവറായിട്ടുള്ള പേഴ്സൺസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ദി ഏജ് ഓഫ് 14. അല്ലേ, കമ്പൽസറിയും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക ആർക്കാണ്? ഓൾ ചിൽഡ്രൻ അപ് ടു ദി ഏജ് ഓഫ് 14. Then protect the interest and improve the condition of people who belong to the weaker sections of the society. ഇല്ലേ, വീക്കർ സെക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസും അവരുടെ ഇൻട്രസ്റ്റും എല്ലാം എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ പ്രൊട്ടക്ട് പ്ലേസസ് ആൻഡ് ഓബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. പ്രൊട്ടക്ട് പ്ലേസസ് ആൻഡ് ഓബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അല്ലേ, നാഷണൽ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഓബ്ജക്ട്സും പ്ലേസസിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ട് ദ ഗവൺമെൻറ്. So students, our video lesson for this week ends here. For this video lesson, I will send you evaluation questions which you have to complete today itself. Okay, thank you. See you next week.